ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ഡിസംബർ മാസം മകരക്കൂറുകാർക്കും മകര ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും. ഇപ്പം മകരക്കൂറുകാർക്കും മകര ലഗ്നക്കാർക്കും ജന്മരാശിയിൽ യോഗകാരകനായിട്ടുള്ള ശുക്രൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, സുഖസ്ഥാനാധിപനായിട്ടുള്ള കുജൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി 2 ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. 8ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 15 12 രാശി മാറുന്ന സമയമാണ്. അത് വിപരീത രാജയോഗമാണ്. പൊതുവെ ആരോഗ്യസ്ഥിതി ശക്തമാണ്, അനുകൂലമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയാണ്. ശരീരസുഖമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. കൂടുതൽ ഉന്മേഷം, ഉത്സാഹം ഒക്കെ ഉണ്ടാകുന്ന മാസമായിട്ട് ഡിസംബർ മാസത്തെ കാണാം. ആരോഗ്യക്ലേശങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം ഉണ്ടാകുന്ന സമയമായിരിക്കും. ചിലർക്ക് ആദ്യ പകുതി ഒക്കെ കഴിയുമ്പോൾ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നു. ഇനി മകരക്കൂറുകാരായിട്ടുള്ളവരുടെ അവരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെയാണെന്ന് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ യോഗകാരകനായിട്ടുള്ള ശുക്രൻ, അതായത് 5ഉം 10ഉം ഭാവാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ ജന്മരാശി നിൽക്കുന്ന സമയമാണ്. അപ്പം തൊഴിലിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും. 3 രാഹു, അതൊക്കെ വർക്കിലൊക്കെ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്, ഒരു വീര്യമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ഇപ്പോൾ സർവീസിലൊക്കെ ഉള്ളവർക്ക് തൊഴിലിലൊക്കെ ഉയർന്ന സ്ഥാനത്തേക്ക് മാറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. പൊതുവെ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചുള്ളൊരു മുന്നേറ്റം അത് തൊഴിലിൽ ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. എല്ലാ കാര്യങ്ങളിലും ആലോചിച്ചിട്ടുള്ള പ്രവർത്തനം ആണ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാര്യത്തിലും ഇവർക്ക് പ്രയാസം നേരിടുന്ന മാസമായിരിക്കില്ല. ഇപ്പോൾ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂല സമയമാണ്. കാരണം കർമ്മഭാവാധിപൻ ജന്മരാശി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂകളിലോ ടെസ്റ്റിലോ ഒക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ തന്നെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജന്മരാശി നിൽക്കുന്ന ശുക്രനെ ആ ഗുരുവൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് തൊഴിലവസരങ്ങളൊക്കെ വിദേശത്ത് ഉണ്ടാകുന്നതിനും അതേപോലെ വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് അതിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ആ തൊഴിലിടത്ത് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7 ചൊവ്വ നീചസ്ഥിതനാണ് എങ്കിലും ഡിസംബർ 7 മുതൽ ആ ചൊവ്വ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ബിസിനസ്സിൽ ഗുണാനുഭവം ഉണ്ടാകും. ഇപ്പോൾ ശുക്രൻ്റെ 7 ഉള്ള ആ ദൃഷ്ടി, അതും പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ തർക്കങ്ങളോ ഭിന്നതകളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതിന് ആ ശുക്രൻ്റെ 7 ദൃഷ്ടി സഹായകമാകും. ബുധൻ്റെയൊക്കെ 11 സ്ഥിതിയും ഗുരുവിൻ്റെയൊക്കെ ആ 11 ദൃഷ്ടിയും ഒക്കെ തന്നെ വിദേശത്ത് വിപണനം നടത്തുന്നവർക്ക് വരുമാനം, ലാഭവർദ്ധനവൊക്കെ ഉണ്ടാകുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധനും രവിയൊക്കെ 11 നിൽക്കുന്നു. 5 ഗുരുവുണ്ട്. 9 11 ജന്മരാശിയിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ഇതൊക്കെ പഠന മികവിന് സഹായകമായ ഗ്രഹസ്ഥിതിയാണ്. ആദ്യത്തെ 2 വാരം ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ അമിത വിശ്വാസം പാടില്ല, ഓവർ കോൺഫിഡൻസ് പാടില്ല, അത് ഒഴിവാക്കണം. ആത്മാർത്ഥമായിട്ടൊക്കെ പഠനത്തിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന സമയമാണ്. ഉന്നത പഠനം നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് വളരെ ഗുണം ചെയ്യും. ആദ്യ പകുതിയേക്കാൾ അവസാനത്തെ പകുതിയായിരിക്കും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകുന്നത്. പഠന ലക്ഷ്യങ്ങൾ കൈവരിക്കും. ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമൊക്കെ ആയതുകൊണ്ട് അവയൊക്കെ പഠനത്തിൽ
മുന്നേറുന്നതിന് സഹായകമാകും എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനഭാവാധിപൻ ശനിയാണ്. ആ ശനി 2 ബലവാനായിട്ട് നിൽക്കുകയാണ്. 11ാം ഭാവാധിപനായിട്ടുള്ള 11ാം ഭാവാധിപൻ 7 നീചസ്ഥിതനാണ് എങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. 7 മുതൽ ആ ചൊവ്വാഗ്രഹം നീചരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ 11 സൂര്യനുണ്ട്, ബുധനുണ്ട്. അതുപോലെ ശനിയുടെയും, അതായത് 2ാം ഭാവാധിപനായിട്ടുള്ള ശനിയുടെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ആ 11 ഇതൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. സാമ്പത്തിക സ്ഥിരതയൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ 8ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ്റെ ആ 11 സ്ഥിതി ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാക്കുന്നതിനും സാധ്യത കാണുന്നു. അവസാനത്തെ 2 വാരം പൊതുവെ ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. കാരണം 12ലേക്ക് ആ സൂര്യൻ രാശി മാറുകയാണ്. അപ്പം അത് ഒരു 8ാം ഭാവാധിപനാണ്. 12 വരുന്നത് ദോഷം ചെയ്യില്ല എങ്കിലും നമ്മൾ ചെലവ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ജന്മരാശിയിൽ ശുക്രൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ സുഖച്ചെലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ 7ാം ഭാവത്തിൽ കുജൻ നിൽക്കുന്ന സമയമാണ്. കുജൻ നീചസ്ഥിതനാണ്. ക്രമേണ ആ ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നു. ജന്മരാശിയിൽ നിൽക്കുന്ന ശുക്രൻ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഗുരുവാണെങ്കിൽ 5 നിന്നുകൊണ്ട് ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു. അപ്പം അതൊക്കെ വിവാഹ ആലോചനകൾക്ക് അനുകൂലമാണ്. പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകും. പ്രണയ വിവാഹമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിരിക്കും. ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമായിരിക്കും. ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ദൂരയാത്രകൾ, ചിലപ്പോൾ ഷോപ്പിംഗ്, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കുടുംബജീവിതം നോക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ശനി ബലവാനാണ്. 4ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം 7 നിന്ന് ആ ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 നിൽക്കുന്ന ശനിയെ ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരത്തിൽ ഒരു കെയർ വേണം. കാരണം ചൊവ്വയും ശനിയും ഒക്കെ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ സംസാരം മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ശത്രുത ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ചിലർക്ക് ശുക്രനും കുജനും ഒക്കെ പരസ്പര ദൃഷ്ടി ഉള്ളതുകൊണ്ട്, ഇപ്പോൾ ഈ കുജൻ എന്ന് പറയുന്നത് ഭൂമികാരകനാണ്. അതുപോലെ ശുക്രനാണെങ്കിൽ ആ ശുക്രനും, അപ്പോൾ അതൊക്കെ ശുക്രനും ആ കുജനുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുകയോ പണിയുകയോ, അല്ലെങ്കിൽ പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. മറ്റു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നില്ല. പൊതുവെ ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എല്ലാ തലങ്ങളിലും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കും. സന്താനങ്ങളെ കൊണ്ടൊക്കെ സുഖാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നു. ഡിസംബർ 3, 4, 16, 17, 20, 21, 30, 31 ഈ ദിവസങ്ങൾ ഈ കുറുകാർ ശ്രദ്ധിക്കണം. ശുഭകർമ്മങ്ങൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത്, അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇവയൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.